ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെരിപെറ്റിയ ആൻഡ് അനഗ്നോറിസിസ് എന്ന രണ്ട് ടേംസ് നമ്മുടെ അരിസ്റ്റോട്ടിൽ തൻ്റെ പോയറ്റിക്സ് എന്നുള്ള ഇതിൽ വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ് ആണ്. സോ പെരിപെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. സോ ആദ്യം പെരിപെറ്റിയ എന്താണെന്ന് പറഞ്ഞുതരാം. എ സഡൻ ചേഞ്ച് ഇൻ ദ സർക്കംസ്റ്റാൻസസ് ഓർ ദ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ദേവാസുരം എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മോഹൻലാൽ അദ്ദേഹം ഒരു വളരെ രാജകീയമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത്. താൻ ഒരു ദത്തുപുത്രനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സത്യത്തിൽ ആ ഒരു സിനിമയുടെ പ്ലോട്ടിൽ കംപ്ലീറ്റ് മാറ്റി മറിക്കുന്നുണ്ട്. പിന്നെ കഥയിൽ വരുന്ന മൂവ്മെൻറ്റ്സ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് വി കോൾ പെരിപെറ്റിയ. നൗ വെൻ കംസ് ടു ദിസ് അനഗ്നോറിസിസ്, ആക്ച്വലി ഇറ്റ് ഈസ് ദ റെക്കഗ്നീഷൻ. നമ്മൾ ചില തിരിച്ചറിയൽ, നമ്മളിപ്പോൾ എൻ്റെ അമ്മയാണ് ഇവൾ എന്നുള്ളത്, ഒരു അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ഒരു ഒരു കഥയാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ ഒരു മധ്യത്തിലൊക്കെ വെച്ചിട്ട് തൻ്റെ അമ്മ ആരാണെന്നും തൻ്റെ അമ്മ എന്തിനു എന്നെ ഉപേക്ഷിച്ചു, അബാൻഡൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നതും അതും ഒരു അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ് അനഗ്നോറിസിസ്, ജസ്റ്റ് റെക്കഗ്നീഷൻ or realization. Okay, and peripetia, just the like the change in the fortune or change in circumstances, etc.